എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, യേശു സ്നാനം സ്വീകരിച്ചത് എന്തിനെന്നറിയാത്ത താങ്കൾ എവിടത്തെ സുവിശേഷകനാ? പാസ്റ്റർ ഷമീർ കൊല്ലമേ. ഈ വീഡിയോ പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത് 2 ആഴ്ച മുമ്പാണ്. പള്ളിയിലച്ഛനെ വലിച്ചു കീറി പാസ്റ്റർ ഷമീർ കൊല്ലം എന്ന ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുവാൻ ഇടയായി. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊരു കമൻ്റ് എഴുതി. ആ കമൻറ്റിന് മറുപടിയായി വേറൊരു വ്യക്തി എനിക്ക് നൽകിയ കമൻ്റാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. റിഞ്ചു വി കോശി എന്ന് പറയുന്ന ഒരു ഫാദർ പ്രൊട്ടസ്റ്റന്റുകാരായിരിക്കുന്നവരോട് ചോദിക്കുന്ന 25 ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയാനുണ്ടോ എന്ന് പ്രൊട്ടസ്റ്റന്റുകാരോട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. ആ 25 ചോദ്യങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയുവാനായിട്ടാണ് ഈ സമയം ലൈവില് വന്നിരിക്കുന്നത്. അതായത് കത്തോലിക്ക പുരോഹിതനായ റിഞ്ചു വി കോശി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗക്കാരോട് 25 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബൈബിളിൽ നിന്നും അടിസ്ഥാനമായിട്ടുള്ള 25 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് പെന്തക്കോസ്ത് പാസ്റ്ററും സുവിശേഷകൻ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന പാസ്റ്റർ ഷമീർ കൊല്ലം മറുപടി പറയുകയാണ്. ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ആഡിയോ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 25 ചോദ്യങ്ങളിൽ 24 ചോദ്യങ്ങൾക്കും പൊട്ടത്തെറ്റാണ് ഈ ഷമീർ കൊല്ലം പറഞ്ഞത് മുഴുവനും വചനാടിസ്ഥാനത്തിലല്ല. അദ്ദേഹത്തിൻ്റെ സ്വയം ഭാവനയിലുള്ള ചില സങ്കല്പങ്ങളും അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ദുരുപദേശങ്ങളും മിക്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ കമൻ്റ് എഴുതി, വീഡിയോയിൽ 25 ചോദ്യങ്ങളിൽ 24 ഉത്തരം ശരിയല്ല, അവസാനത്തെ ചോദ്യത്തിന് മാത്രം വ്യക്തമായ ഉത്തരം നൽകി എന്ന് പറഞ്ഞു. ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, നിങ്ങൾ എങ്കിൽ താങ്കൾക്കൊരു മറുപടി കൊടുത്തുകൂടെയായിരുന്നു. അങ്ങനെ അന്ന് ചെയ്യാനിരുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് മറന്നു പോയി. ജോലി തിരക്ക്, മറ്റു ചില വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ സ്ഥിരമായി ചെയ്യുന്നൊരു വ്യക്തിയല്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. എൻ്റെ വീഡിയോ ഒന്നും സാമ്പത്തിക നേട്ടമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയെ ഉപദ്രവിക്കുവാനോ അധിക്ഷേപിക്കുവാനോ അല്ല. ജനങ്ങൾ സത്യമറിയണം, ജനങ്ങൾ സത്യമറിഞ്ഞ് ബൈബിൾ പരിശോധിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എൻ്റെ ചാനലിന് ലക്ഷ്യമുള്ളൂ. ഈ റിഞ്ചു വി കോശി 25 ചോദ്യങ്ങൾ ചോദിച്ചത് പ്രൊട്ടസ്റ്റന്റുകാരോടാണ്. എന്നാൽ ചാടിക്കേറി മറുപടി പറഞ്ഞത് പാസ്റ്റർ ഷമീർ കൊല്ലമാണ്. പാസ്റ്റർ ഷമീർ കൊല്ലം പെന്തക്കോസ് എന്നുള്ള സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പെന്തക്കോസ്തുകാർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണെന്ന് താങ്കളോട് ആര് പറഞ്ഞു? പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നുള്ളത് 16-ാം നൂറ്റാണ്ടിൽ, അതായത് ഇന്നേക്ക് 500 വർഷം മുമ്പ് യൂറോപ്പിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾക്കും ഉപദേശങ്ങൾക്കെതിരെ അന്നത്തെ 2 വ്യക്തികൾ, ജോൺ ഹാൽവിനും മാർട്ടിൻ ലൂതറും ചേർന്നുണ്ടാക്കിയ പുതിയൊരു ഉപദേശ രീതിയെയാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ഉപദേശം എന്നറിയപ്പെടുന്നത്. ഈ മാർട്ടിൻ ലൂതറിൻ്റെയും ജോൺ കാൽവിൻ്റെയും ഉപദേശങ്ങൾ ഉണ്ടായ ഒരു സഭാ വിഭാഗത്തെയാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറയുന്നത്. ആ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ അഭിപ്രായം എന്താണെന്നോ ഉപദേശങ്ങൾ എന്താണെന്നോ എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സഭ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ലൂതർ മിഷൻ സഭ എന്നുള്ളൊരു സഭകളൊക്കെ ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല, അവിടെ ഉപദേശങ്ങളെപ്പറ്റി കൂടുതൽ അറിയില്ല. എങ്കിലും എനിക്ക് അറിയാവുന്ന പ്രൊട്ടസ്റ്റന്റ് ഉപദേശം എന്നുള്ളത് ഈ 2025 വർഷം മുമ്പ് ഇസ്രായേലിൽ ഉണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവമാണ് എനിക്കറിയാവുന്നത്. കാരണം അതാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2025 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ 30-ാമത്തെ വയസ്സ് കാലയളവിൽ അന്ന് ഇസ്രായേലിൽ നിലനിന്നിരുന്നത് ദുരുപദേശകരായ സദൂക്യരുടെയും പരീശന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും കള്ളപുരോഹിതന്മാരുടെയും കള്ളശാസ്ത്രികളുടെയും കാലത്ത് നിലനിന്നിരുന്ന
ദുരുപദേശങ്ങൾക്കെതിരെയുള്ള യേശുക്രിസ്തുവിൻ്റെ പോരാട്ടമാണ്. ഒറ്റയാൾ പോരാട്ടമാണ്. അത് മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും എന്തിന് അപ്പോസ്തല പ്രവൃത്തികളിലെ 1.5 അധ്യായം പോലും ഈ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ്. അതാണ് ശരിയായ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. ഒരിക്കലും പെന്തക്കോസ് ഒരിക്കലും യേശു പറഞ്ഞ കൽപ്പനകളോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരുടെ കൽപ്പനകളോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ പറയുന്നതോ ന്യായപ്രമാണത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ പറഞ്ഞ കൽപ്പനകളിലോ ഒന്നും പെന്തക്കോസുകാർക്ക് ബന്ധമില്ല. പെന്തക്കോസുകാർക്ക് മറ്റ് കത്തോലിക്ക, യാക്കോബായ ഇങ്ങനെയുള്ള സഭകളുടെ പോലെ തന്നെ സ്വന്തമായി അഭിപ്രായമുള്ള ഒരു സഭ മാത്രമാണ് പെന്തക്കോസ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നുള്ള ഒരു വിഭാഗം പെന്തക്കോസ്ത് അല്ല. ഇനി രണ്ടാമത് താങ്കൾ പറയുന്ന അഭിപ്രായമാണ് ബഹിരസം. അച്ഛൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഒറ്റവാക്കിൽ മറുപടി, യേശുവിന് സ്നാനത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ എന്തിന് യേശു ക്രിസ്തു സ്നാനം ഏറ്റു എന്ന ചോദ്യം വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മറുപടിയായി വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ ഉള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അടുത്ത വാക്ക്, അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അഥവാ യേശുക്രിസ്തു ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് എല്ലാവരെയും കാണുകെ യേശുക്രിസ്തുവിന്റെ സ്നാനം നടക്കുകയും ആ സമയത്ത് സകലരും കാണുകെ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രനാണെന്നും ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നും പരസ്യമായി സാക്ഷ്യം പറഞ്ഞ് യേശുക്രിസ്തുവിനെ ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തേണ്ടതിനാണ് യേശുക്രിസ്തു സ്നാനമേൽക്കുവാൻ വന്നത് എന്ന് യോഹന്നാൻ സ്നാപകൻ കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതിലുപരി ഒരു യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആയിരുന്നത് കൊണ്ട് മനുഷ്യത്വത്തിൽ നിന്നും കൊണ്ട് മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവകൽപ്പനകൾ എങ്ങനെ അനുസരിക്കണം എന്ന നിലയിൽ സമ്പൂർണമായ മാതൃകയാണ് യേശുക്രിസ്തു സ്നാനത്തിലൂടെ കാണിച്ചത്. അപ്പൊ അച്ഛൻ ചോദിക്കും, അതെന്തിനാ അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇന്നത്തെ ലോകത്തിന്റെ പോക്കൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ സിസ്റ്റം കണ്ടിട്ട് ഒരു മറുപടി പറയാനുള്ളത്, ഈ യേശുക്രിസ്തു സ്നാനപ്പെട്ടില്ല എന്നിരിക്കട്ടെ, അച്ഛന്റെ വാദം പോലെ യേശുവിന് സ്നാനം ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടില്ല എന്നൊരു വാദത്തിനിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ എല്ലാത്തിനും മാതൃക കാണിച്ച യേശുക്രിസ്തു സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കുമായിരുന്നു. കാരണം ഇപ്പം നിസാരപ്പെട്ട കള്ളനെ ചൂണ്ടി ചോദിക്കുന്നു, കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ പർദീസയിൽ ഇരുത്താന്ന് പറഞ്ഞു, പിന്നെന്തിനാന്ന് ചോദിക്കുന്നത് നിങ്ങൾ. യേശു സ്നാനപ്പെട്ടില്ലല്ലോ പിന്നെന്തിനാന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നല്ലപോലെ കർത്താവിനെ അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് മാതൃക കൃത്യമായി കാണിച്ചു തന്നത്. യേശു സ്നാനപ്പെട്ടത് എന്തിനാണ് എന്നുള്ള കത്തോലിക്ക പുരോഹിതന്റെ ചോദ്യത്തിന് ആദ്യം നൽകുന്ന ഉത്തരം യേശുവിനെ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പാസ്റ്റർ ഷമീർ കൊല്ലം അവകാശവാദം ഉന്നയിക്കുന്നത്. അതിനുള്ള കാരണം എന്നുള്ളത്, യേശു ഇസ്രായേലിനെ വെളിപ്പെടേണ്ടതിന് മാത്രമാണ് സ്നാനപ്പെട്ടതെന്നും പിന്നെ യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നുവെന്നും തൊട്ടടുത്തുള്ള വാക്ക് നീ കാണാതെ പറയാം, ഞാൻ അത് വായിച്ച് പറയാം. അത് രസമുള്ള ഒരു കോമഡിയാണ്. മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവകൽപ്പന എങ്ങനെ അനുസരിക്കണം എന്ന നിലയിൽ സമ്പൂർണമായ മാതൃകയിലാണ് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അതുകൊണ്ടാണ് യേശു സ്നാനപ്പെട്ടതെന്ന്. എനിക്കത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കത് കാണാതെ പറയാനും പറ്റത്തില്ല. അപ്പോൾ അടുത്ത് പറയുന്നത് വേറൊരു കാരണോട് പറയുന്നുണ്ട്. അതെന്താണ്? പിന്നെ യേശു സ്നാനം സ്വീകരിച്ചത് ഇന്നത്തെ തലമുറയിലുള്ള ക്രിസ്ത്യാനികൾ സ്നാനം സ്വീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അന്ന് യേശു സ്നാനം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കത്തോലിക്ക പോലുള്ള സഭക്കാർ, സ്നാനത്തെ എതിർക്കുന്ന സഭക്കാർ, യേശു സ്നാനം സ്വീകരിച്ചില്ലല്ലോ പിന്നെ ഞങ്ങളെന്തിന് സ്നാനം സ്വീകരിക്കണം,
എന്ന് ചോദിക്കുമല്ലോ എന്നും കൂടി കരുതിയാണ് യേശു സ്നാനം സ്വീകരിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 4 അഭിപ്രായം. ഒന്ന്, അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് സഭ പെന്തക്കോസ്ത് ആണെന്ന് അവകാശപ്പെട്ടു. 2, യേശുവിന് സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നു. കാരണം യേശു ഒരേ സമയം മനുഷ്യനാണെന്നും ഒരേ സമയം ദൈവമാണെന്നും പിന്നെ അതുപോലെ എന്തൊക്കെയോ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു യേശു സ്നാനം സ്വീകരിച്ചത് ഇപ്പോഴത്തെ പുതിയ തലമുറകൾ അനുസരിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാതൃകയാണെന്ന്. ശരിക്കും പെന്തക്കോസുകാർക്കോ അല്ലെങ്കിൽ പെന്തക്കോസുകാരുടെ അഭിപ്രായങ്ങൾ പിന്തുടരുന്ന ഷമീർ കൊല്ലത്തിനോ സ്നാനം എന്താണെന്ന് പോലും ശരിക്കും അറിയില്ല. സ്നാനം എന്താണെന്നോ സ്നാനത്തിന് തുടക്കമിടുന്ന സുവിശേഷം എന്താണെന്നോ പെന്തക്കോസുകാർക്കോ പാസ്റ്റർ ഷമീർ കൊല്ലത്തിനോ അറിയില്ല. അത് പൂർണ്ണമായ സത്യമെന്ന് ഈ ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇനി യേശു സ്വീകരിച്ച സ്നാനം എന്താണെന്ന് അറിയണമെങ്കിൽ യേശു ആരിൽ നിന്നാണ് സ്നാനം സ്വീകരിച്ചതെന്ന് പഠിക്കേണ്ടതുണ്ട്. യേശു സ്നാനം സ്വീകരിച്ചത് യോഹന്നാനിൽ നിന്നാണ്. അപ്പോൾ യോഹന്നാന്റെ സ്നാനം എന്തായിരുന്നു? യോഹന്നാന്റെ സ്നാനം പാപം മോചിപ്പിക്കുവാനുള്ള മാനസാന്തര സ്നാനം ആയിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ആ ഭാഗം നമുക്കൊന്നെടുത്ത് വായിക്കാം. യോഹന്നാൻ ആദ്യമായി സംസാരിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നാണ്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടുക എന്നുള്ളത് പാപത്തെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടുക. പാപം ചെയ്യുന്നവരാണ് പാപികൾ. ആ പാപികളായാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം നിഷേധിക്കപ്പെടും എന്നുള്ളത് ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ മാറ്റിക്കൊണ്ട് ആ പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ച് വിശുദ്ധനായി മാറുക എന്നുള്ളതാണ് യോഹന്നാൻ ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ സ്നാനം. അത് കേട്ട അന്നത്തെ ഇസ്രായേൽ ജനങ്ങളെ എന്ത് ചെയ്തു എന്ന് നമുക്ക് തിരുവെഴുത്തുനിന്ന് പരിശോധിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അന്ന് യെരൂശലേമ്യരും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഇതാണ് സംഭവം. യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രസംഗം, അത് ചുരുക്കിയുള്ള വാക്കാണ്. ആ പ്രസംഗം അനേകമുണ്ട്. അനേകം പേര് ഉപദേശം കേൾക്കുന്നതായിട്ടും ആ സുവിശേഷ പുസ്തകങ്ങളിലുണ്ട്. ഇപ്പോൾ അവിടെ ഈ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവും ഇതുപോലെ തന്നെയാണ് സ്നാനം സ്വീകരിച്ചത്. അതായത് ഈ യോഹന്നാന്റെ പ്രസംഗം കേട്ട് വചനം കേട്ട് കൊത്തുകൊണ്ട് തങ്ങൾ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്ന പാപം ചെയ്ത് പാപികളായി മാറി തങ്ങൾക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്പാദ്യമായ സ്വത്തായ അല്ലെങ്കിൽ നിധിയായ സ്വർഗരാജ്യം നമുക്ക് നിഷേധിക്കപ്പെടും എന്നറിഞ്ഞ അവർ ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് സ്നാനം ചെയ്യുന്നത് കണ്ടപ്പോൾ യേശുവും അത് ചെയ്തെന്നാണ് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നത്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു എന്നാണ് എഴുതി കാണുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം ഇതേപോലെ യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുമ്പോഴാണ് യേശുവും തൻ്റെ 30-ാം വയസ്സിൽ ഇതേപോലെ യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നത്. യോഹന്നാനിൽ നിന്നും യേശു സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ യോഹന്നാൻ യേശുവിനെ തടയുന്നുണ്ട്. ഈ യേശു ആരാണെന്ന് യോഹന്നാൻ അറിയാം. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ പ്രവാചകനാണ്. ആളുകളെ തിരിച്ചറിയുവാനും വിവേചിക്കുവാനും ദൈവാത്മാവ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ യേശു എന്നുള്ളത് വരുവാനുള്ള ക്രിസ്തുവാണ്. ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാനുള്ളതാണ്. അതറിഞ്ഞ യോഹന്നാൻ പറഞ്ഞ, നിന്നാൽ ഞാൻ സ്നാനമേൽക്കണം, നീ എന്തിന് എന്നാൽ സ്നാനമേൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു അവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ചെയ്യുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 പേർക്കും ഉചിതം എന്നാണ് അവിടെ പറഞ്ഞത്. സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നാണ് യേശു പറഞ്ഞത്. സകല നീതിയെ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, സകല നീതി എന്നുള്ളത് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും ദൈവം പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളെയാണ്
സകല നീതി എന്ന് പറഞ്ഞത്. അത് പൂർണ്ണമായും നിവർത്തിയാകണമെങ്കിൽ നീ എന്നെ സ്നാനപ്പെടുത്തിയേ മതിയാകൂ. ആ സ്നാനപ്പെട്ടാൽ മാത്രമേ നിന്റെ കർമ്മവും എൻ്റെ കർമ്മവും നമ്മുടെ രണ്ടുപേരുടെയും കർമ്മവും പൂർത്തിയാകുകയുള്ളൂ. കാരണം യോഹന്നാനെ കുറിച്ചുള്ള യെശയ്യാവിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞത് ദൈവത്തിന് വഴി ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ എന്നാണ് യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം എന്നുള്ളത് ദൈവത്തിന് ക്രിസ്തുവായി ഭൂമിയിൽ വസിക്കുവാൻ ഒരു ശരീരത്തെ ആവശ്യമുണ്ട്. ആ ശരീരത്തെയാണ് യേശുക്രിസ്തു. ആ ശരീരം തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്നാനം നീങ്ങുന്നത്. ഈ സ്നാനം സ്വീകരിച്ച ശേഷമാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവായി വരികയും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, അതായത് പുതിയ നിയമ ലോകത്തിന് പഠിപ്പിച്ച് നിത്യജീവന്റെ വചനം ലോകത്തെ പഠിപ്പിച്ച് ലോകത്തെ രക്ഷയിലേക്ക് നയിക്കുന്നത്. രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷയിലുള്ള മാർഗം, അതായത് പുതിയ നിയമത്തിന്റെ വചനം, ദൈവവചനം ലോകത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം എന്നുള്ളത് യെശയ്യാവിന്റെ 35 അധ്യായത്തിലെ 3 വാക്യമാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. രക്ഷകനായ ദൈവം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കൂടി സംഭവിച്ച് അനേകം പ്രവർത്തികൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അനേകം പുതിയ നിയമ വചനങ്ങൾ ലോകത്തിന് സംസാരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 35 വാക്യത്തിൽ പറയുന്നത്. എന്നാൽ യോഹന്നാൻ പ്രവാചകനെ പറ്റിയുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും യെശയ്യാവ് തന്നെയാണ്. യെശയ്യാവിന്റെ 40 അധ്യായം 3 വാക്യം, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ ഇരിക്കുന്നത്. ഇത് യോഹന്നാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഈ യെശയ്യാവിന്റെ 35 വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് യെശയ്യാവ് നിവർത്തിയാക്കിയത്. അപ്പോൾ യേശുവിന് സ്നാനം എന്ന് സ്വീകരിക്കണമെങ്കിൽ യേശു പാപിയായിരുന്നോ എന്നൊരു ചോദ്യം നിങ്ങൾ പലർക്കും ഉണ്ടാകും. അപ്പൊ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, പാപം ചെയ്യാത്തവൻ എന്തിനാണ് പാപമോചന സ്നാനം സ്വീകരിക്കണം? അപ്പോൾ പൂർണ്ണമായും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, യേശു പാപിയായ മനുഷ്യനായിരുന്നു തൻ്റെ 30 വയസ്സ് വരെ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ചോദിക്കും, യേശുവിൻ്റെ പാപം എന്തായിരുന്നു? പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പാപം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. അത് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ കൂടിയും ദൈവം സംസാരിച്ച കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുത് എന്ന് കൽപ്പിച്ച ദൈവകൽപ്പനകൾ ചെയ്യുന്നതും ഒരുപോലെ പാപമാണ്. അത് ഏത് പാപമോ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ചെറുതായാലും വലുതായാലും പാപം പാപം തന്നെയാണ്. അപ്പോൾ പാപം ചെയ്യുന്നതിനുള്ള ശുദ്ധീകരണമാണ് മാനസാന്തര സ്നാനം എന്ന പാപമോചന സ്നാനം. ഈ സ്നാനം സ്വീകരിച്ച ശേഷമാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും യേശു വിവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുകയും അനേകം പുതിയ നിയമ കൽപ്പനകൾ, നിത്യജീവന്റെ കൽപ്പനകൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തത്. ഇനി യേശു ക്രിസ്തുവിൻ്റെ പാപം എന്താണെന്ന് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ കൂടി, ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ചെയ്യുന്ന വീഡിയോ അത് തന്നെയായിരിക്കും. അതിൽ കൂടി മാത്രമേ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഷമീർ കൊല്ലത്തിൻ്റെ ഉത്തരത്തിൻ്റെ ചില ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ സ്നാനം ഒരു തമാശ സ്നാനമല്ല എന്ന് ഷമീർ കൊല്ലവും പെന്തക്കോസ്തുകാരും മനസ്സിലാക്കണം. യോഹന്നാൻ ലോകത്തിലെ സകല മനുഷ്യർക്കും കൊടുത്തത് പാപമോചന സ്നാനമാണ്. പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള സ്നാനമാണ് യോഹന്നാൻ ലോകത്ത് നൽകിയത്. ആ സ്നാനം തന്നെയാണ് യേശുവും സ്വീകരിച്ചത്. യേശുവും ആ സ്നാനം സ്വീകരിച്ച ശേഷമാണ് യേശു ക്രിസ്തുവിൽ
വിശുദ്ധി ഉണ്ടാവുകയും ആ വിശുദ്ധിയിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് വരികയും ചെയ്തത്. എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.